മറ്റൊരു പ്രത്യേകതയുണ്ട്. യേശുക്രിസ്തു ജനിച്ച പുണ്യദിനം. അങ്ങ് ദൂരെ ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനം നാം കാത്തിരിക്കുന്ന ക്രിസ്മസ് എന്ന പേരിൽ നിന്നു. ഒരു ക്രിസ്മസ് ഗാനം ആലപിക്കുന്നതിന് വേണ്ടി വിണ്ടാരെ ക്ഷണിക്കുകയാണ്. സ്തുതി പാടിയ നിമിഷം മാനവർ സാൽവി സാറ് ഒന്നാം ക്ലാസ് മാത്രമേ ഇപ്പൊ കയറാവുള്ളൂ. എല്ലാ ക്ലാസ്സുകാർക്കും ഉണ്ട്. ഒന്നാം ക്ലാസ് കയറാവുള്ളൂ. വേറെ ആരും കയറിയേക്കല്ലേ?
കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഒരു ആശംസയ്ക്ക് വേണ്ടി സ്വാതിക സനീഷ് 4ാം ക്ലാസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Respected manager, respected father, HMPTA president, teachers, respected elected members, parents and all my dear friends. Today we are very happy. There are two reasons for this happiness. The first one is our school is closing today for Christmas holidays. The second, we are celebrating Christmas today. All celebrations give us happiness. In this time, I am very happy because I got a golden chance on this stage. Parents and my teachers and my friends, thank you. Happy Christmas. അടുത്തത് 3ാം ക്ലാസ്സിന്റെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. അതിനുശേഷം അടുത്ത സ്പീച്ച് ഉണ്ടാവും. 3ാം ക്ലാസ്. സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നക്ഷത്രങ്ങളും കരോൾ പാട്ടുകളുമായി ഒരു ക്രിസ്മസ് കൂടി എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്കൂളിലെ ആഘോഷങ്ങൾ സന്തോഷകരമാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട പ്രതിനിധികളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, എൻ്റെ പ്രിയ കൂട്ടുകാർ, ഇവരെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നന്ദി, നമസ്കാരം. My dear friends, teachers and our new ward members, Nandita, Christmas will always be as long as stand heart to heart and hand in hand. Happy Christmas. സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, മഞ്ഞ് പെയ്യുന്ന രാവിൽ മാലാഖമാരുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ ഡിസംബറിൽ ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരുമായി. സന്തോഷവും സഹോദരങ്ങളും സമാധാനവും സന്ദേശങ്ങളും ഈ ക്രിസ്മസ് രാവിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി. ഓക്കെ. അടുത്ത ആദിക ബൈജു. അത് കഴിഞ്ഞ് 4ാം ക്ലാസ്സിന്റെ ഡാൻസ് പ്രോഗ്രാമാണ്. 4ാം ക്ലാസ്സുകാര് ഇവിടെ വന്ന് നിന്നോട്ടോ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്സവമാണ് ക്രിസ്മസ്. സ്നേഹത്തിൻ്റെ, ലാഹിത്യത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് നൽകിയ യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും നമ്മുടെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്നതുമാണ് യഥാർത്ഥ ആഘോഷം അടങ്ങിയിരിക്കുന്നത്. ഈ ക്രിസ്മസ് നമ്മുടെ മനസ്സുകളിൽ കാരുണ്യവും പ്രകാശവും നിറയട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം തന്നെ ഒരു ക്രിസ്മസ് നേരുന്നു. നന്ദി, നമസ്കാരം. ഒരു ആശംസ കൂടിയുണ്ട്. അന്നാലക്ഷ്മിയെ ക്ഷണിച്ചു കൊടുക്കുന്നു. അന്നാലക്ഷ്മി. ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ കുഞ്ഞു കലാപരിപാടിയുടെ അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി നമ്മുടെ പ്രിയപ്പെട്ട മധു സാറിനും സ്കൂൾ മാനേജറായ
വിശ്വനാഥ് സാറിനും എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഞാൻ നന്ദി അറിയിക്കുന്നത് തൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ കൊച്ചു പരിപാടിയിലേക്ക് നമ്മുടെ കൂടെ സമയം ചെലവഴിക്കാൻ എത്തിയ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നന്ദി, നമസ്കാരം. ഓക്കെ, അടുത്ത 4ാം ക്ലാസ്. Respected HM, PTA President, and your friends and your parents. Christmas is a special and happy day for us. We celebrate Christmas because Jesus was born on this day. On Christmas, we decorate our homes and sing Christmas songs and spend time with our family and our friends. Spread to the other of needs of the institution. Thank you.
ഇപ്പോൾ 6ാം ക്ലാസ്സിന്റെ സ്റ്റേജ് പെർഫോമൻസ് സാലു സാറേ. നമസ്കാരം. ബഹുമാനപ്പെട്ട ഹെഡ് സ്കൂൾ മാനേജർ CN വിശ്വനാഥൻ സാർ, ഹെഡ് മാസ്റ്റർ മധു സാർ, സ്നേഹം നിറഞ്ഞ സേവിയർ അച്ഛ, വേദിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് എന്താണ്? ക്രിസ്മസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിലെല്ലാവർക്കും സംശയമുണ്ടായിരിക്കും. ക്രിസ്മസ് എന്ന ഒരു വലിയ പെരുന്നാളിന് തുടക്കം കുറിക്കുന്ന പോലെയാ. ഓരോ വീട്ടിലും സ്റ്റാറും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും, അതോടൊപ്പം നല്ല പ്ലം കേക്കും വൈനും എല്ലാം കൂടി ചേർത്ത് ഒരു ഗംഭീര പെരുന്നാളല്ലേ. എന്നാൽ ക്രിസ്മസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. യേശു ക്രിസ്തു ജനിച്ച പുണ്യദിനം. അങ്ങ് ദൂരെ ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനം നാം കാത്തിരിക്കുന്ന ക്രിസ്മസ് എന്ന പേരിലിരുന്നു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫിന്റെ മറിയത്തിന്റെ മകനായാണ് അദ്ദേഹം ഭൂമിയിൽ വന്നത്. യേശു ക്രിസ്തു എന്ന പേരിന് തന്നെ അർത്ഥമുണ്ട്. പുണ്യം എന്നാൽ എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ കിടക്കുന്ന ആ നന്മയാണ് പുണ്യമെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കളവോ ഒന്നും പറയാതെ നിത്യജീവനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം നമ്മുടെ ദൈവം എന്നും അറിയപ്പെടുന്നു. അങ്ങ് ദൂരെ ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിലാണ് ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞു. മാലാഖമാരുടെ വിളംബരത്തിലൂടെ മറിയത്തിന് ദർശനം ലഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടെന്ന് തന്നെ നാം അറിയുന്നത്. ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശത്തിലൂടെ ലോകം മൊത്തം യേശുക്രിസ്തു എന്ന വ്യക്തി ജനിക്കാൻ പോകുന്നു എന്നാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ മക്കൾ ഭൂമിയിൽ സഞ്ചരിച്ചു സമാധാനമെന്നാണ് ആട്ടിടയന്മാർക്ക് ലഭിച്ച ദർശനം. അങ്ങനെ നമുക്ക് ദർശനത്തിലൂടെയാണ് ക്രിസ്മസ് എന്ന ദർശനം നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കേടുവാക്കുന്നത്. നന്ദി, നമസ്കാരം. ഒരു ചെറിയ ആശംസയ്ക്ക് വേണ്ടി നന്ദന കുട്ടി ആശംസിച്ചു. എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥിയായ സേവിയർ അച്ഛനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്തുവിൻ്റെ ജനനം. ഇപ്പോൾ ഞാൻ ഈ ആശംസാ പ്രസംഗത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സാന്റാക്ലോസ് എന്ന രഹസ്യത്തെ കുറിച്ചാണ്. ഈ കൂട്ടത്തിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും സാന്റാക്ലോസ് എന്താണെന്ന് അറിയില്ല. ഞാൻ പല മുതിർന്ന ആൾക്കാരോടും ചോദിച്ചു നോക്കി എന്താണ് സാന്റാക്ലോസ്. അവർ പറയുന്നത് ക്രിസ്തു ജനിച്ച കാലിത്തൊഴുത്തിൽ ഈ വേഷത്തിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ സത്യാവസ്ഥ അങ്ങനെയല്ല. സാന്റാക്ലോസ് എന്ന ആൾ ഒരു കാനഡക്കാരനാണ്. സെൻട്രൽ സാന്റാക്ലോസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം AD നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതും അവർക്ക് എന്താഘോഷം വന്നാലും സമ്മാനങ്ങളും നൽകുന്ന ഒരാളായിരുന്നു സെൻട്രൽ സാന്റാക്ലോസ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേര് ലോകമെമ്പാടും വളർന്നു തുടങ്ങി. അത് പറഞ്ഞ് നമ്മൾ സാന്റാക്ലോസ് എന്ന പേര് എത്തിച്ചു. നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് പാപ്പ എന്നും പറയാറുണ്ട്. ഇന്നും കാനഡയിലെ കുട്ടികൾ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, സാന്റാക്ലോസ് അവർക്കായി സമ്മാനങ്ങളായി ക്രിസ്മസിന് എത്തുമെന്നാണ്. അവർ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പോസ്റ്റ് ഓഫീസ് അവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അവിടെ ക്രിസ്മസ് പാപ്പയ്ക്ക് വേണ്ടി കത്തയക്കാൻ അവർക്ക് പ്രത്യേകം ഒരു കോഡ് തന്നെയുണ്ട്, 808080. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നന്ദി. ഹെഡ് മാസ്റ്റർ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, മാതാപിതാക്കൾ, അധ്യാപകർ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഈ അടുത്ത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും അവരുടെ വിജയത്തിൽ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു. കൂടെ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Christmas teaches love, kindness and unity. On this happy occasion, I would also like to congratulate all respected persons who have won the Panchayat election. Congratulations for the great success and leadership. We kindly request you to support our school and help us in improving our facilities and future activities. Once again, I wish you all a Merry Christmas and Happy New Year.